നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മന്ത്രി വീണ ജോർജിനെതിരെ കാസർഗോഡ് കെഎസ്യുവിന്റെ പ്രതിഷേധം. മന്ത്രിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. കാസർഗോഡ് ജില്ലയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചുമരെഴുതി പ്രചരണം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ വീണ ജോർജിനെതിരെ ഉണ്ടായത് വ്യാജ ഏറ്റുമുട്ടലെന്ന കെ സുരേന്ദ്രൻ. സമര നാടകമാണ് നടക്കുന്നത്. മന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല. പരിക്കുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പരിശോധനകൾ നടത്തട്ടെ എന്നും കെ സുരേന്ദ്രൻ. മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിൽ തട്ടിയത് കുട്ടിച്ചാത്തനായിരിക്കുമെന്ന് പരിഹസിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. മന്ത്രിയെ ഉടൻ അമേരിക്കയിലേക്ക് മാറ്റണമെന്നും പരിയാരത്ത് ഓപ്പറേഷൻ ചെയ്താൽ കത്രിക കുടുങ്ങുമെന്നും ഉണ്ണിത്താന്റെ പരിഹാസം. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. പ്രായത്തെ വെല്ലുന്ന ഓർമ്മശക്തിയും അറിവുമായി പെരിയ സ്വദേശിനി സത്മിക എന്ന 2.5 വയസ്സുകാരി. ഈ കൊച്ചുമിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവർ ബഹുമതി സ്വന്തമാക്കിയാണ് നാടിന് അഭിമാനമായി മാറിയത്. നിലാങ്കര ശ്രീ കുതിരക്കാളി ഭഗവതി ക്ഷേത്രത്തിലെ ലക്ഷം ദീപ സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ലക്ഷം ദീപ സമർപ്പണത്തിൽ പങ്കാളികളാവാൻ എത്തിയത്. വാർത്തകൾ വിശദമായി. മന്ത്രി വീണ ജോർജിനെതിരെ കാസർഗോഡ് കെഎസ്യുവിന്റെ പ്രതിഷേധം. മന്ത്രിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. കെഎസ്യു കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കാസർഗോഡ് നഗരത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കുവാൻ, കേരളത്തെ കലാപഭൂമിയാക്കുവാൻ വീണ ജോർജ് നാടകം കളിക്കുകയാണെന്നാരോപിച്ചാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവറിന് താഴെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കെഎസ്യു പ്രവർത്തകർ പ്രകടനമായാണ് പ്രതിഷേധ സ്ഥലത്തെത്തിയത്. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നിരന്തരം വീഴ്ചകൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ ഭരണപരാജയത്തെ മറച്ചുപിടിക്കുവാൻ ഇല്ലാക്കഥകൾ മെനഞ്ഞ് SFI DYFI പ്രവർത്തകരെ തെരുവിലിറക്കി കേരളത്തെ കലാപഭൂമിയാക്കുവാനാണ് മന്ത്രി വീണ ജോർജ് ശ്രമിക്കുന്നതെന്ന് ജവാദ് പുത്തൂർ പറഞ്ഞു. മന്ത്രി വീണ ജോർജിനെതിരെയുള്ള ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങളെ അതൊരക്രമമാക്കി ചിത്രീകരിച്ചുകൊണ്ട് കേരളത്തിലാകമാനം പേ പിടിച്ച പട്ടികളെ പോലെ ഇവിടുത്തെ SFIക്കാരും DYFIക്കാരും ഓടി നടന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഓഫീസുകളും പതാകകളും കൊടിമരങ്ങളും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ആ രീതിയിൽ തിരിച്ചടിക്കാൻ ഇവിടുത്തെ KSUവും യൂത്ത് കോൺഗ്രസും തീരുമാനിച്ചാൽ ഇവിടുത്തെ ഒരു DYFIക്കാരനും വഴി നടക്കാൻ സാധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പോലീസിന്റെ സഹായത്തോടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുവാനും പാർട്ടിയുടെ കൊടിമരങ്ങളും ഓഫീസുകളും നശിപ്പിക്കുവാനുമാണ് തീരുമാനമെങ്കിൽ അതിനെ നേരിടാനും പ്രസ്ഥാനം തയ്യാറാണെന്ന് സമരത്തിൽ പങ്കെടുത്ത KSU നേതാക്കൾ പറഞ്ഞു. തുടർന്ന് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു.
KSU ജില്ലാ ഭാരവാഹികളായ നുഹ്മാൻ പള്ളങ്കോട്, അൻസാരി കോട്ടക്കുന്ന്, K മണികണ്ഠൻ, ചന്ദ്രകല, ജിഷ്ണു കാടകം, ആദർശ് കാനത്തൂർ, സുജിത് K, വൈഷ്ണവ് കോളിച്ചാൽ, മുഹമ്മദ് ഷജ, അഖിൽ രാജ്, അഭിരാം കല്യോട്ട് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് നഗരത്തിലുൾപ്പെടെ ശക്തമായ പോലീസ് സന്നാഹമായിരുന്നു നിലയുറപ്പിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി അനുകൂലിച്ചും എതിർത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് അരങ്ങേറുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ചുമരെഴുതി പ്രചരണം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ചുമരെഴുതി പ്രചരണം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ജനറൽ സെക്രട്ടറി സുധാമ ഗോസാഡ, BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി N ബാബുരാജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, സെക്രട്ടറി പ്രമീള മച്ചൽ, ജില്ലാ സെൽ കോർഡിനേറ്റർ സുകുമാർ കുതിരപ്പാടി, ജില്ലാ ട്രഷറർ വീണ അരുൺ ഷെട്ടി, ബദിയടുക്ക മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണ M, സംസ്ഥാന കൗൺസിൽ അംഗം N സതീഷ്, മുനിസിപ്പാലിറ്റി ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് വരപ്രസാദ് കോട്ടക്കണി, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അനിത നായിക്, OBC മോർച്ച ജില്ലാ സെക്രട്ടറി അശോകൻ ചെട്ടിയാർ, കിഷോർ, ഗണേഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂരിൽ വീണ ജോർജിനെതിരെയുണ്ടായത് വ്യാജ ഏറ്റുമുട്ടലെന്ന K സുരേന്ദ്രൻ. സമര നാടകമാണ് നടക്കുന്നത്. മന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല. പരിക്കുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പരിശോധനകൾ നടത്തട്ടെ എന്നും K സുരേന്ദ്രൻ. ഞാൻ മനസ്സിലാക്കുന്നത് അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും ഒരേ നിലപാടുള്ള രണ്ട് മുന്നണികൾ, LDFും UDFും, ഈ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവരൊരു വ്യാജ ഏറ്റുമുട്ടൽ നടത്തുക. ഒരു ഷേഡോ ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. ശബരിമല പോലുള്ള നിർണായകമായ വിഷയങ്ങളിൽ കൈ പൊള്ളിയിരിക്കുകയാണ് രണ്ട് മുന്നണികൾക്കും. അപ്പൊ കിട്ടിയ ഏതെങ്കിലും ഒരു വടി വെച്ച് പരസ്പരം അടിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. LDFും UDFും തമ്മിൽ നടക്കുന്നത് ഒരു വ്യാജ ഏറ്റുമുട്ടൽ മാത്രമാണ്. കേരളത്തിൽ പല കാര്യങ്ങളിലും LDFനും UDFനും ഒരേ നിലപാട്. കയ്യേറ്റം ഏൽക്കാനുള്ള സാധ്യത ഉണ്ടാവാം. ഞാൻ കയ്യേറ്റം എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ആരോഗ്യ മന്ത്രിയാണ്. അവർക്ക് വിശദമായിട്ട് ആരോഗ്യ പരിശോധന നടത്തിയിട്ട് എന്താണ് അവർക്ക് പറ്റിയിട്ടുള്ളതെന്ന് ജനങ്ങളോട് അവർ പറയണം. കോൺഗ്രസ് അത് തെറ്റാണെങ്കിൽ, സംഭവിച്ചത് തെറ്റാണെന്ന് കോൺഗ്രസ് പറയാൻ തയ്യാറാണ്. അല്ലാതെ ഇതിൽ BJPക്ക് ഒരു കാര്യമില്ല. കാരണം 5 KSUക്കാർ പോയിട്ട് ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അത് ശരിയാണോ എന്നുള്ളത് UDFും, അങ്ങനെ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ശാസ്ത്രീയമായി ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തം LDFിനുണ്ട്. കാരണം ആരോഗ്യമന്ത്രിയാണ്. ബാക്കിയുള്ള 4.5 കോടി ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആളാണ്. അപ്പൊ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെന്താണ് പരിക്ക് പറ്റിയത്, എന്താണ്, എവിടെയാണ് ശരീരത്തിൽ ക്ഷതമേറ്റത്, അതൊക്കെ ഇപ്പൊ കണ്ടുപിടിക്കല്ല. സ്കാനിങ് ഉണ്ട്, പല ശാസ്ത്രീയ പരിശോധന. അത് കഴിഞ്ഞ് ജനങ്ങളോട് പറയട്ടെ, മെഡിക്കൽ ബുള്ളറ്റിൻ അവർ പറയട്ടെ. മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിൽ തട്ടിയത് കുട്ടിച്ചാത്തനായിരിക്കുമെന്ന് പരിഹസിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മന്ത്രിയെ ഉടൻ അമേരിക്കയിലേക്ക് മാറ്റണമെന്നും പരിയാരത്ത് ഓപ്പറേഷൻ ചെയ്താൽ കത്രിക കുടുങ്ങുമെന്നും ഉണ്ണിത്താന്റെ പരിഹാസം. സ്പീക്കറാണ് അവരെ ആശുപത്രി പോകാൻ പറഞ്ഞത്. സ്പീക്കറാണ് ആശുപത്രിയിലേക്ക് സംവിധാനം ചെയ്തത്. സ്പീക്കറാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞത്. ആ മുഖ്യമന്ത്രി നിമിഷ നേരം കൊണ്ട് ആശുപത്രിയിലെത്തി. അപ്പോൾ ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു നാടകമായിട്ട് വേണം കാണാൻ. നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളെ ഒളിച്ച് കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൃശ്യമാധ്യമങ്ങൾ ഇപ്പം നമുക്കറിയാമല്ലോ, ഇന്നലെ രാത്രി ഞാൻ 12 മണി വരെ കണ്ട ദൃശ്യമാധ്യമം എന്ന് പറയുന്ന റിപ്പോർട്ടഡ് ചാനലാണ്. അവരിതിൻ്റെ ഫാക്റ്റ് ഈ ചാനലുകളുടെ ഓരോ ആംഗിളുകളും നിരത്തി. അവർ പറഞ്ഞു മന്ത്രിയുടെ പരിസരത്തോട്ടും KSUക്കാർ പോയിട്ടില്ല, മന്ത്രിയുടെ ശരീരത്ത് തൊട്ടിട്ടില്ല. പിന്നെ കുട്ടിച്ചാത്തനെ കാണാൻ വന്ന് കഴുത്തിൽ വല്ലതും തട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചാത്തൻ സേവയുടെ ഫലമായിട്ട് ആണ് മന്ത്രിക്ക് അപകടമുണ്ടായി. പിന്നെ മന്ത്രി എന്ന രാത്രി തന്നെ പരിയാരത്ത് മാറ്റി. ഞാൻ പറയുന്നു, അടിയന്തരമായി നമ്മുടെ മന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ കേരളത്തിനാകാത്തതുകൊണ്ട് അവരെ അടിയന്തരമായി അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം കൊണ്ടുപോകണം. കാരണം ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗത്തെക്കുറിച്ച് അവിശ്വാസമുള്ള എല്ലാ നേതാക്കന്മാരും അമേരിക്കയ്ക്ക് പോകുന്ന, മുഖ്യമന്ത്രി അടക്കം, കോടിയേരി അടക്കം. അപ്പോൾ
അടിയന്തരമായി നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്ത് പരിയാരത്ത് നിന്ന് അടിയന്തരമായി അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം. ഇനി പരിയാരത്ത് വല്ല ശസ്ത്രക്രിയയും ചെയ്ത് കത്രികത്ത് പോയാൽ പിന്നെ അതും ജോലിയാണ്. ഇലക്ഷൻ വരികയാണ്, മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഒരു പരിയാരത്ത് പോലും ഒരു ശസ്ത്രക്രിയ നടന്നാൽ ചിലപ്പോൾ ആ ശസ്ത്രക്രിയ നടക്കുന്ന കൂട്ടത്തിൽ ഒരു കത്രിക കത്ത് പോയാൽ അതും ജോലിയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിഷ്പക്ഷമായി നീതിപൂർവമായി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി KSUക്കാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അവരെ വെച്ചു പൊറപ്പിക്കുന്ന പ്രശ്നമില്ല. കാരണം അങ്ങനെ ഒരു ലിംഗസമത്വത്തിന് വാദിക്കുന്ന നാടായത്. സ്ത്രീ പുരുഷ സമത്വം വേണം. സ്ത്രീയെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കിയ നമ്മുടെ ആരുടെയും കുറ്റമല്ല. ഞങ്ങൾ ആരോഗ്യമന്ത്രിയാണ് കരിങ്കൊടി കാണിച്ചത്, അല്ലാതെ അത് സ്ത്രീയെ അല്ല കാണിച്ചത്. സ്ത്രീ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ കാണിച്ചത്. അത് പുരുഷനായിരുന്നെ പുരുഷനെ കാണിക്കും. പിന്നെ ഇന്നലെ കണ്ണൂര് ഓരോ നേതാക്കന്മാരുടെയും പിന്നെ പ്രസംഗവും ഇതൊക്കെ കണ്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഫർസീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിയെ കൊല്ലാൻ കയറി എന്ന് പറഞ്ഞ് കൊല കുറ്റത്തിന് കേസെടുത്ത വധശ്രമം. ആ കേസ് എവിടെ പോയി? ആ കേസ് എവിടെ പോയി? മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച കേസ് ചീറ്റിപ്പോയില്ലേ? ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്നലെയും ഇന്നുമായി ഇവിടെ നടക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളനുസരിച്ച് ഒരുപാട് പരിപാടികൾ ഇനിയും നടത്തി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വളരെ ദീർഘമായ ഒരു സംസാരം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അവകാശ പോരാട്ടത്തിൽ വളരെ വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് വലിയ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ജോയിന്റ് കൗൺസിൽ. കഴിഞ്ഞ 57 വർഷക്കാലത്തിനിടയിൽ നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ കൃഷ്ണാട്ട് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന കക്ഷി ഏതെന്ന് നോക്കാതെ തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ജോയിന്റ് കൗൺസിൽ. അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ സ്വീകാര്യതയും അംഗീകാരവും കേരളത്തിലെ ജീവനക്കാരുടെ ഇടയിൽ ഈ സംഘടനയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ടി റിജേഷ് രക്തസാക്ഷി പ്രമേയവും ദിനേശ് കുമാർ എം അനുശോചന പ്രമേയവും KP ഗോപകുമാർ സംഘടനാ റിപ്പോർട്ടും ബാനം ദിവാകരൻ പ്രവർത്തന റിപ്പോർട്ടും ആമിന വരവ് ചെലവ് കണക്കും സുനിൽകുമാർ കുണിയേരി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഡി ബിനിൽ, നരേഷ് കുമാർ കുന്നിയൂർ, ബിജുരാജ് CK, യമുന രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീജി തോമസ് പ്രമേയം അവതരിപ്പിച്ചു. SN പ്രമോദ് ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു. KV കൃഷ്ണൻ സ്വാഗതവും സനൂപ് P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രായത്തെ വെല്ലുന്ന ഓർമ്മശക്തിയും അറിവുമായി പെരിയ സ്വദേശിനി സത്മിക എന്ന 2.5 വയസ്സുകാരി. ഈ കൊച്ചുമിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവർ ബഹുമതി സ്വന്തമാക്കിയാണ് നാടിന്റെ അഭിമാനമായി മാറിയത്. പ്രായത്തെ വെല്ലുന്ന ഓർമ്മശക്തിയും അറിവുമായി പെരിയ സ്വദേശിനി സത്മിക S അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയയാവുകയാണ്. വെറും 2 വയസ്സും 6 മാസവും മാത്രം പ്രായമുള്ള ഈ കൊച്ചുമിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവർ ബഹുമതി സ്വന്തമാക്കിയാണ് നാടിന് അഭിമാനമായി മാറിയത്. വിസ്മയിപ്പിക്കും ഈ ഓർമ്മശക്തി. ഇന്ത്യൻ നേതാക്കൾ, പച്ചക്കറികൾ, പഴങ്ങൾ, വാഹനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, പ്രാണികൾ, നിറങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ,
ശരീരഭാഗങ്ങൾ എന്നിവ തിരിച്ചറിയുന്നതിനൊപ്പം ഇംഗ്ലീഷ് അക്ഷരമാലയും അവയുമായി ബന്ധപ്പെട്ട വാക്കുകളും സത്മിക നിഷ്പ്രയാസം പറഞ്ഞു തരും. മലയാളത്തിൽ 1 2 ഇംഗ്ലീഷിലെ നഴ്സറി റൈമുകൾ പാടുന്നതിനും ദേശീയഗാനം ആലപിക്കുന്നതിനും പുറമെ 1 മുതൽ 15 വരെ എണ്ണാനും ഈ കൊച്ചു പ്രതിഭയ്ക്ക് സാധിക്കും. നാഷണൽ ആന്തം ജനഗണമന പറയും, വന്ദേ മാതരം പറയും, പക്ഷികൾ പറയും, പ്രാണികൾ, മൃഗങ്ങൾ, പിന്നെ 1 മുതൽ 10 വരെ 5 ഭാഷകളിൽ പറയാനറിയാം. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങൾ അനുകരിക്കുന്നതിലും സത്മിക മിടുക്കിയാണ്. ഭാഷാ നൈപുണ്യവും പൊതുവിജ്ഞാനവും മലയാള മാസങ്ങൾ കൃത്യമായി പറയുന്ന സത്മിക ആഴ്ചയിലെ ദിവസങ്ങൾ 3 ഭാഷകളിലും എണ്ണാൻ അറിയുന്നവൾ കൂടിയാണ്. 1 മുതൽ 10 വരെ 5 വ്യത്യസ്ത ഭാഷകളിലാണ് ഈ മിടുക്കി എണ്ണുന്നത്. കേരളത്തിലെ 14 ജില്ലകൾ ക്രമമായി പറയുന്നതിനൊപ്പം 10ഓളം വിദേശ രാജ്യങ്ങളുടെ പതാകകൾ കണ്ട് ആ രാജ്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാനും സത്മികയ്ക്ക് സാധിക്കുന്നു. നാഷണൽ എംബ്ലം ഏത്? നാഷണൽ ബേർഡ്? നാഷണൽ ആനിമൽ? നാഷണൽ ഫ്ലവർ? നാഷണൽ റിവർ? നാഷണൽ റിവർ ഏത്? നാഷണൽ ഫ്രൂട്ട് ഏത്? നാഷണൽ മാംഗോ. പെരിയ കനിംകുണ്ട് സ്വദേശികളായ ശരത്തിന്റെയും ശഷ്മികയുടെയും മകളാണ് സത്മിക. മകളുടെ സാധാരണമായ ഈ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തിക്കാനും മാതാപിതാക്കൾ നൽകുന്ന പിന്തുണ ഏറെ വലുതാണ്. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയും ചേർന്ന കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ആയുഷ് ഹെൽത്തി കേരള സന്ദേശ പ്രചരണ യാത്ര കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ആരോഗ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയും ചേർന്ന് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ആയുഷ് ഹെൽത്തി കേരള സന്ദേശ പ്രചാരണ യാത്ര കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ചു. ആയുഷിലെ പ്രധാന വിഭാഗങ്ങളിൽ ഒന്നായ ഹോമിയോപ്പതി ശ്രമിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലികളെക്കുറിച്ച് അറിവ് പകരുവാനാണ്. ഇന്നത്തെ തിരക്കേറിയ ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണരീതി, മതിയായ ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം ഇവയെല്ലാം നിരവധി രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ചിട്ടയില്ലാത്ത ജീവിത രീതികൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ മോശം ഫലങ്ങളാണ് ഉളവാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയെയും സമഗ്രമായി പഠിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് ആവശ്യം. പ്രകൃതിദത്ത വൈദ്യശാസ്ത്രമായ ഹോമിയോപ്പതി ഓരോ വ്യക്തിയെയും ശ്രദ്ധയോടെ പരിചരിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ്. നല്ല ഭക്ഷണം, ചിട്ടയായ ജീവിത രീതി, മതിയായ ഉറക്കം, പിരിമുറക്കമില്ലാത്ത മാനസികാവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഈ പ്രചാരണ പരിപാടിയുടെ അടിസ്ഥാന ലക്ഷ്യം. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ആരോഗ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിൽ ക്രിസ്ത്യൻ മിഷണറി മാർ നൽകിയ സംഭാവന ഏറെ വലുതാണ്. പിന്നീട് കേരളം രൂപം കൊണ്ടപ്പോൾ എന്തായിരിക്കണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള ഒരു സർക്കാരാണ് 1957 EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത്. അന്ന് AR മേനോനെ പോലുള്ള പ്രഗത്ഭരായ മന്ത്രിമാർ ആ മന്ത്രിസഭയിലുണ്ടായത്. ജസ്റ്റിസ് കൃഷ്ണദേവരും ജോസഫ് മുണ്ടശ്ശേരി ഭാഷമൊക്കെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭന്മാരായിരുന്നു.
അവരൊക്കെ നേതൃത്വം കൊടുത്ത ആദ്യ മന്ത്രിസഭ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ ഗവൺമെൻറ് തന്നെ ഇന്ന് കാണുന്ന കേരളത്തിന് തുടക്കം കുറിക്കാൻ അടിത്തറ പാകാൻ സാധിച്ചു എന്നതിൽ ഇന്നത്തെ തലമുറ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഇതുവഴി കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന് കാഴ്ചകൾ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതെന്താ ഭ്രാന്താലയമാണോ എന്നാണ്. അഭിമാനത്തോടെ ഇന്ന് നമുക്ക് പറയാൻ കഴിയും, ലോക പ്രശസ്തനായ ഡോക്ടർ അമർത്യ സെൻ ലോകത്തോട് വിളിച്ചു പറയുന്നു, കേരളം ലോകത്തിന് മാതൃകയാണ്. കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ DMO ഡോക്ടർ രേഷ്മ AK അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകല P സ്വാഗതവും ജില്ലാ ഹോമിയോ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വിനി വിനോദ് നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രി നടന്നുവരുന്ന ആയുഷ്മാൻ ഭവ പുനർജനി സീതാലയം സദ്ഗമിയ എന്നീ പദ്ധതികൾ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഹോമിയോ വകുപ്പിന്റെ എല്ലാ ആയുഷ് വെൽനസ് സെന്ററുകളിലും സൗജന്യ യോഗ പരിശീലനം ലഭിക്കുന്നതാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഫെബ്രുവരി 28 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം ഹെൽത്തി കേരള ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി വ്യാപാരി മിത്ര മെമ്പർമാരുടെ ഏരിയ കൺവെൻഷനും വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങളായ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും നൽകി. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി നടന്നത്. വ്യാപാര വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരി മിത്ര മെമ്പർമാരുടെ ഏരിയ കൺവെൻഷനും വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങളായ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും നൽകി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി TV ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും അത് 3000 ആകും, 4000 ആകും, 5000 ആകും. അങ്ങനെ ആയാൽ ഒരു 2-3 വർഷം കൊണ്ട് 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന സഹായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന വലിയൊരു പദ്ധതിയായിട്ട് മാറ്റുന്നുണ്ട്. മരണപ്പെട്ടാൽ കൊടുക്കണമെന്ന് മാത്രമല്ല, മരണപ്പെട്ടാൽ നമുക്ക് ഇതിനെ കാശ് ചോദിക്കുന്ന കച്ചവടക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി നമ്മൾ പറഞ്ഞെന്താ, മരണപ്പെട്ടാൽ മാത്രമല്ല 1 ലക്ഷം രൂപ വരെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന തുക സംസ്ഥാനം കൊടുക്കാൻ വേണ്ടി പറ്റണം, സഹായമായി കൊടുക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെ ചികിത്സയ്ക്ക് ആവശ്യമായ കാശ് കൂടി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ കാരണം എന്താ, നമ്മുടെ കഴിഞ്ഞ ജില്ലാ സമ്മേളനം മുഴുവൻ പാലക്കുന്ന് നടന്നു. ഈ പാലക്കുന്ന് നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ നമ്മുടെ മെമ്പർമാർ ഉന്നയിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പിന്റെ കാശ് വാങ്ങുക എന്നതിലുപരി നമുക്ക് എന്ത് നിങ്ങൾ തിരിച്ചു തരുന്നു. സമിതി ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി അധ്യക്ഷത വഹിച്ചു. വ്യാപാരി മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ ശശിധരൻ ഉദുമ പദ്ധതി വിശദീകരണം നടത്തി. വ്യാപാരി മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സത്യൻ T സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. A ശബരീശൻ, സുകുമാരൻ KV, അനിത എന്നിവർ സംസാരിച്ചു. സമിതി കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV ദിനേശൻ സ്വാഗതവും ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കായലടുക്കം നാടായിമിന്ന തറവാട് കളിയാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാദ്യമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വേട്ടുവങ്ങാനം അമ്പലക്കം തറവാട്ടിൽ നിന്ന് പുറപ്പെട്ട് കായലടുക്കം തറവാട്ടിൽ എത്തിച്ചേർന്നു. കായലടുക്കം നാടായിമിന്ന തറവാട് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കളിയാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വേട്ടുവങ്ങാനം അമ്പലക്കം തറവാട് ദേവസ്ഥാനത്ത് നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവ് ഉത്സവം സമാപിച്ചു. വിവിധ താന്ത്രിക കർമ്മങ്ങളും മെഗാ തിരുവാതിരയും തിടമ്പ് നൃത്തവും നടന്നു. വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവിൽ ഫെബ്രുവരി 23, 24, 25 തീയതികളിലായി നടന്നുവന്ന ഉത്സവാഘോഷത്തിന് സമാപനമായി. പരിപാടിയുടെ ഭാഗമായി ഉദയാസ്തമന അഖണ്ഡ നാമജപം,
കലവറ സമർപ്പണം, വിവിധ പൂജാതി കർമ്മങ്ങൾ, ഉദയാസ്തമന ഭജന, മഹാഗണപതി ഹോമം, സർവേശ്വര വിളക്കുപൂജ, കലശാഭിഷേകം, കലശപൂജ, പ്രസാദ വിതരണം, തുലാഭാര സമർപ്പണം, കേളി, തന്ത്രി വരവേൽപ്പ്, ആചാര്യവരണം, മാതൃസമിതിയുടെ മെഗാ തിരുവാതിര, ഗണപതി ഹോമം, ഉപദേവ സാന്നിധ്യ സ്ഥാനങ്ങളിലും നാഗസാന്നിധ്യ സ്ഥാനങ്ങളിലും പൂജ, ദീപാരാധന, ഭഗവതി സേവ, നിറമാല, പ്രദേശത്തെ കലാകാരന്മാരുടെ നൃത്തസന്ധ്യ, നീലേശ്വരം സന്തോഷ് മാരാർ കലാനിലയം സതീഷ് കുമാർ എന്നിവർ അവതരിപ്പിച്ച ഇരട്ട തായമ്പക, ദീപാരാധന, അത്താഴപൂജ, തെക്കേ വെള്ളിക്കോത്ത് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നിന്നും തെയ്യം വരവ്, ശ്രീഭൂതബലി, 2 തിടമ്പുകളോടുകൂടി ഡോക്ടർ ശ്രീരാമ അഖിത്തായ, നീലേശ്വരം ശ്രീകുമാർ നമ്പൂതിരി എന്നിവരുടെ തിടമ്പ് നൃത്തം എന്നിവയും അരങ്ങേറി. എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദ വിതരണവും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവാഘോഷ പരിപാടികളിൽ പങ്കാളികളാവാൻ ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ അഭിഭാഷ പരിഷത്തിന്റെ ഹോസ്ദുർഗ് യൂണിറ്റ് സമ്മേളനം ഹോസ്ദുർഗ് അനക്സ് ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ അഭിഭാഷ പരിഷത്തിന്റെ ഹോസ്ദുർഗ് യൂണിറ്റ് സമ്മേളനം ഹോസ്ദുർഗ് അനക്സ് ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തെളിവ് നിയമങ്ങള്, അങ്ങനെ എല്ലാ പുതിയ നിയമങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്തിനനുസൃതമായ മാറ്റം ജനങ്ങളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് മേലെ നിലകൊള്ളുന്നു എന്ന് വേണം പറയാൻ. നമ്മളിന്ന് ഭാരതം തന്നെ കഴിഞ്ഞ 10-11 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വ്യതിചലനമായിട്ട് നിയമരംഗത്ത് സമൂഹത്തിലെ നാനാ തുറകളിൽ വലിയ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിയമരംഗത്തും പരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമങ്ങളിൽ അപരിഷ്കൃതമായിട്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട പല നിയമങ്ങളെയും ഘട്ടം ഘട്ടമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് സെൻട്രൽ ഗവൺമെൻറ് നടക്കുകയും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അതിന് വേണ്ടുന്ന തത്വസംഹിതകളും സപ്ലൈ ചെയ്യാനും കൊടുക്കാൻ വേണ്ടി ഭാരതീയ അഭിഭാഷ പരിഷത്തിൻ്റെ ദേശീയ തലത്തിലുള്ള നേതൃത്വവും സംസ്ഥാന തലത്തിലുള്ള നേതൃത്വവും എന്നും അതിന് ക്ഷണിക്കപ്പെടുന്ന ആളുകളാണ്. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ കെ ജി, സെക്രട്ടറി അഡ്വക്കേറ്റ് നവീൻ രാജ് എന്നിവർ സംസാരിച്ചു. പുതിയ യൂണിറ്റ് ഭാരവാഹികളായി അഡ്വക്കേറ്റ് എ മണികണ്ഠനെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് കെ ഉണ്ണികൃഷ്ണനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് പി എം പ്രകാശ്, അഡ്വക്കേറ്റ് സി രാധാകൃഷ്ണൻ എന്നിവർ വൈസ് പ്രസിഡന്റും അഡ്വക്കേറ്റ് എം നാരായണൻ ജോയിന്റ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് നവീൻ ശങ്കർ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. 11-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി വീണ ജോർജിനെതിരെ കാസർഗോഡ് KSUവിന്റെ പ്രതിഷേധം. മന്ത്രിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. കാസർഗോഡ് ജില്ലയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ചുമരെഴുതി പ്രചരണം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ വീണ ജോർജിനെതിരെ ഉണ്ടായത് വ്യാജ ഏറ്റുമുട്ടലെന്ന K സുരേന്ദ്രൻ. സമര നാടകമാണ് നടക്കുന്നത്. മന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല. പരിക്കുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പരിശോധനകൾ നടത്തട്ടെ എന്നും K സുരേന്ദ്രൻ. മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിൽ തട്ടിയത് കുട്ടിച്ചാത്തനായിരിക്കുമെന്ന് പരിഹസിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മന്ത്രിയെ ഉടൻ അമേരിക്കയിലേക്ക് മാറ്റണമെന്നും പരിയാരത്ത് ഓപ്പറേഷൻ ചെയ്താൽ കത്രിക കുടുങ്ങുമെന്നും ഉണ്ണിത്താന്റെ പരിഹാസം. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. പ്രായത്തെ വെല്ലുന്ന ഓർമ്മശക്തിയും അറിവുമായി പെരിയ സ്വദേശിനി സത്മിക എന്ന 2.5 വയസ്സുകാരി. ഈ കൊച്ചുമിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവർ ബഹുമതി സ്വന്തമാക്കിയാണ് നാടിന് അഭിമാനമായി മാറിയത്. നിലാങ്കര ശ്രീ കുതിരക്കാളി ഭഗവതി ക്ഷേത്രത്തിലെ ലക്ഷംദീപ സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ലക്ഷംദീപ സമർപ്പണത്തിൽ പങ്കാളികളാവാൻ എത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.